അല്ലിഷ്ട വിശാൽ കേത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 2024-25 സീസണിൽ നല്ല തീപ്പാറും പെർഫോമൻസ് തന്നെയാണ്. ഗോൾ പ്രിവെന്റഡ് റേഷ്യോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, സച്ചിനെക്കാളും മികച്ചു എന്നൊന്നും ഞാൻ പറഞ്ഞ് കമ്പയർ ചെയ്യണില്ല. പക്ഷെ എന്നാലും ഞാനൊരു കാര്യം പറയാം, സച്ചിൻ തന്നെയാണ് കേട്ടോ ഭേദം. ഗുർപ്രീത് യു ആർ വെരി ബാഡ്. വേറെ ഒന്നും കൊണ്ടല്ല, ESPN.in ഇട്ടിരിക്കുന്ന ഒരു റിസൾട്ട്സ് അനുസരിച്ച്, ഡാറ്റ അനുസരിച്ച് 13ാം സ്ഥാനത്താണ് ഗുർപ്രീത് ആൻഡ് 9ാം സ്ഥാനത്താണ് സച്ചിൻ. അപ്പോൾ ഗോൾ കീപ്പേഴ്സിനെ പറ്റിയിട്ടാണ് ഈ വീഡിയോയിൽ സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. മുഴുവൻ വീഡിയോ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും വെൽക്കം ടു ദ ഷോ. ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു ആൻഡ് ടോക്കി സ്പോർട്സ് ടോക്ക് ആണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വിഷയം എന്ന് പറയുന്നതിനൊക്കെ മുമ്പായിട്ട് നമ്മുടെ ചാനലിൽ സ്ഥിരമായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് നിൽക്കുന്നവരുടെ ഒരു അറിവിലേക്ക് എനിക്കൊരു സ്ട്രൈക്കൊക്കെ അടിച്ച് നമ്മുടെ 2-3 നല്ല വീഡിയോസ്, ഒന്ന് രാഹുലിൻ്റെയും നോവയെ റിലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോയും, പിന്നെ അതുപോലെ തന്നെ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുണ്ടായിരുന്ന 3 വീഡിയോസ് ടോട്ടലി സ്ട്രൈക്ക് അടിച്ച് കംപ്ലീറ്റ് പോയി. എനിക്കതിൽ അതിൻ്റെ ഇത് പോയതിലല്ല എനിക്ക് വിഷമം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വ്യൂസൊക്കെ കിട്ടി, അടിപൊളിയായിരുന്നു ആ വീഡിയോസൊക്കെ. പേഴ്സണലി എനിക്ക് ഇഷ്ടമുള്ളൊരു വീഡിയോസുമായിരുന്നു. സോ അതാണ് ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് കാരണം എനിക്ക് നല്ല വിഷമം. ഇനിയിപ്പോൾ അത് ഇട്ടാലും പ്രത്യേകിച്ച് കാര്യമുള്ള വീഡിയോ അല്ല. എന്തായാലും ഞാൻ ഇനി ആ കഥകളിലേക്കൊന്നും പോകുന്നില്ല. ആ വിഷമത്തോടെയാണ് ഞാൻ ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകുന്നത്. സംഭവം വേറൊന്നുമല്ല, ഇന്ത്യൻ ഫുട്ബോളിൽ, അതായത് നമ്മുടെ നാഷണൽ ഫുട്ബോളിൻ്റെ കാര്യം എടുത്ത് നോക്കുമ്പോൾ പലപ്പോഴും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്ക് എത്രമാത്രം ഇത് ശരിയാണ് തെറ്റാണെന്നുള്ളതൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കുമ്പോഴേ എനിക്കറിയുള്ളൂ. പക്ഷെ എന്നാലും എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചില പൊസിഷനിലെ താരങ്ങളെ ഒരിക്കലും മാറ്റില്ല. ഇനി അവരെത്ര മോശം പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിലും മാറ്റാതെ കൊണ്ടുപോകുന്നൊരു രീതി പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഞാൻ എനിക്ക് തോന്നിയിട്ടുള്ളത് സുനിൽ ഛേത്രിയിലാണ് കേട്ടോ. അത് ചിലപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് വിയോജിപ്പായിരിക്കും ഉണ്ടാവുക. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു ആ പൊസിഷനിൽ ആ പൊസിഷനിൽ അങ്ങനെ അദ്ദേഹത്തെ ഇട്ട് കളിപ്പിക്കേണ്ട എന്നുള്ളതല്ല എൻ്റെ വാദം. പക്ഷേ അതോടൊപ്പം തന്നെ യങ് ആയിട്ടുള്ള ഒരുപാട് ടാലൻസ് ഉണ്ട്. നമുക്ക് വേറെ സ്റ്റൈലിൽ ഇന്ത്യയുടെ ടീമിൻ്റെ കളി കൊണ്ടുപോകാവുന്നതാണ്. അതൊന്നും ചെയ്യാതെ എപ്പോഴും സുനിൽ ഛേത്രിയിൽ തന്നെ ഒതുങ്ങി നിൽക്കുന്നത് ഒരു മിസ്റ്റേക്കായിട്ട് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇടയ്ക്കൊക്കെ അതിൻ്റെ ഒരു ചെറിയ മാറ്റങ്ങളൊക്കെ കണ്ടായിരുന്നു. പിന്നെയും പഴയ രീതിയിലേക്ക് തന്നെ പോകുന്നു എന്നുള്ളൊരു ഫീലാണ്. പിന്നെ തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ ഗോൾ കീപ്പർ. ബംഗളൂരു FC-യുടെ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലെയറായിട്ട് ഇത്രയും കാലം അവർക്കുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ സീസൺ ISL-ലെ എല്ലാ ഗോൾ കീപ്പേഴ്സിനും ഭയങ്കര വിഷമമുള്ളൊരു സീസണാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സീസണായിരിക്കും. കാര്യം അതുമാത്രം മണ്ടത്തരങ്ങളും മിസ്റ്റേക്സുമാണ് അവരൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഗുർപ്രീത് സിംഗ് സന്ധു ഈ പുള്ളിയുടെ പേര് പറയുമ്പോൾ മാത്രം എനിക്ക് എപ്പോഴും തെറ്റുപറ്റും. ഞാനതങ്ങനെ മനഃപൂർവ്വം ചെയ്യുന്നതല്ല. ഗുർപ്രീത് സിംഗ് സന്ധു, പുള്ളിക്കാരൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എറേഴ്സ് ലീഡിങ് ടു ഗോൾസ് 4 എണ്ണം, എറേഴ്സ് ലീഡിങ് ടു ഷോട്ട്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5 എണ്ണം. ഈ ഇന്ത്യയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് ഗോൾ കീപ്പറായിട്ട് ഇപ്പോഴും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ആളിൽ നിന്നും ഈ സീസണിൽ വന്നുള്ള മിസ്റ്റേക്കാണ്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നിങ്ങളൊരു BFC ഫാൻ ആണെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം, അപ്പോൾ സച്ചിൻ എന്താ അടിപൊളിയായിരുന്നു എന്നുള്ളതാണ്. സച്ചിൻ അടിപൊളിയായിരുന്നു എന്നുള്ള വാദമല്ല ഞാൻ പറയുന്നത്. പക്ഷേ എന്നാലും സച്ചിൻ കുറച്ചും കൂടെ ഭേദമായിരുന്നു എന്നാണ് റിസൾട്ട്സ് കാണുമ്പോൾ മനസ്സിലാവുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ സച്ചിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ മാറ്റമൊന്നും ഇല്ലെങ്കിലും 3 എറേഴ്സാണ് ലീഡിങ് ടു ഗോൾസ് വന്നിട്ടുള്ളത് സച്ചിൻ്റെ ഭാഗത്തു നിന്ന്. അതേപോലെ എറേഴ്സ് ലീഡിങ് ടു ഷോട്ട്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 ഈ റിസൾട്ട്സ് ഇട്ടിരിക്കുന്നത് ഞാനല്ല, ESPN.in ഇന്ത്യ ആണ് ഇത് ഇട്ടിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സീസണിൽ ISL, അതായത് 2024-25 സീസണിൽ ബെസ്റ്റ് ഗോൾ കീപ്പേഴ്സ് ആരാണെന്ന് പറയാനുള്ള സമയമായില്ലെങ്കിൽ പോലും ഇതുവരേക്കും ഉണ്ടായിരുന്ന മത്സരങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഗോൾസ് പ്രിവെൻറ്റഡ് ഇൻ ISL 2024-25 വിശാൽ കേത്താണ് 3.2 ഗോൾസ് പ്രിവെൻറ്റഡ് റേഷ്യോ കാണിക്കുന്നത് കേട്ടോ. ആൻഡ് അതിൽ 13 ഗോൾ കീപ്പേഴ്സിൻ്റെ ലിസ്റ്റിലുള്ളതിൽ 13ലാണ് ഗുർപ്രീത് ഉള്ളത് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം. ബംഗളൂരു FC എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ടൊരു ഡിഫെൻസീവ് കളിയൊക്കെ കളിച്ച് അടിപൊളിയായിട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ നിന്നാണ് ഈ പറയുന്നത് പോലെ തന്നെ വൺ ഓഫ് ദ വേഴ്സ്റ്റ് ഗോൾ കീപ്പേഴ്സ് ഇൻ ദിസ് സീസൺ. ഞാനതങ്ങനെ ഒരു ബാഡ് സെൻസിലല്ല പറയുന്നത്, പക്ഷേ റിസൾട്ട്സ് വെച്ചിട്ട് അങ്ങനെയാണ് കാണാൻ പറ്റുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ESPN
.inൽ വരുന്നതനുസരിച്ച് ഏകദേശം ഗുർപ്രീത് സിംഗ് സന്ധുവിൻ്റെ മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗോൾസ് പ്രിവെൻറ്റഡ് നോക്കുകയാണെങ്കിൽ -7.9 ആണ്. അത് ഏറ്റവും ലീസ്റ്റ് ആണ് കേട്ടോ. 13ാം സ്ഥാനത്താണ് പുള്ളിക്കാരനുള്ളത്. നമ്മുടെ സച്ചിൻ്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ അടിപൊളിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ 9ാം സ്ഥാനത്താണ്. ആൻഡ് അതിൽ -3.1 ആണ് സച്ചിനുള്ളത് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടും വിശാൽ കേത്തും അതുപോലെ തന്നെ ഹർദിക് തിവാരിയും ഒക്കെ നല്ലതായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അപ്പോൾ ടു ബി ഓണസ്റ്റ് അവർക്കൊക്കെ നാഷണൽ ടീമിൽ പ്രൈം പൊസിഷൻ, ഞാൻ അവർക്കൊന്നും നാഷണൽ ടീമിൽ ചാൻസസ് കിട്ടുന്നില്ല എന്നുള്ളതല്ല, പ്രൈം പൊസിഷനിലേക്ക് അവരെ അല്ലെങ്കിൽ കൺസിഡറേഷൻ കൂടുതൽ അവർക്ക് കിട്ടും എന്ന് വിചാരിക്കുന്നു ഈ സീസണിലൂടെ. എന്തായാലും ഈ കാര്യത്തിൽ എസ്പെഷ്യലി ഞാൻ ആ പറഞ്ഞൊരു പോയിന്റ് ഉണ്ടല്ലോ, പലപ്പോഴും പല പൊസിഷൻസിലും ചില ആൾക്കാരെ അങ്ങോട്ട് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് മാറ്റണമെന്നേ ഇല്ല. ഇനി അവർ വലുതായിട്ട് പെർഫോം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും മാറ്റാതെ ഇങ്ങനെ കൊണ്ടുപോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള ഒരു ഇന്ത്യൻ പ്ലെയർ, ഇന്ത്യയിൽ കളിക്കുന്ന, അതായത് ഇന്ത്യൻ സ്ക്വാഡിൽ കളിക്കുന്ന, ഇന്ത്യൻ നാഷണൽ സ്ക്വാഡിൽ കളിക്കുന്ന ഒരു താരം ആരാണെന്നുള്ളതും കൂടെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അറിയാലോ, സ്ട്രൈക്കൊക്കെ കിട്ടി ആകെ വിഷമത്തിലിരിക്കുകയാണ്. സോ താങ്ക് യു ഗൈസ്. ചിൽ കുപ്പി ചിൽ.